നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ ₹1 കോടി കവർന്ന സംഭവം. കവർച്ചാ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളെന്ന് വിവരം. കാസർഗോഡ് കോപ്പാളം കൊച്ചിയിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി മാതാവ് ആത്മഹത്യ ചെയ്ത സംഭവം. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. ഓൾ ഇന്ത്യൻ കോൺഫെഡറേഷൻ ഓഫ് SC/ST കേരള ചാപ്റ്റർ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. NN നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഭാഷിക ബുക്സിൽ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വേണു കണ്ണന്റെ ചിത്ര പ്രദർശനം നടത്തി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ദക്നി മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് 2024 ഇഫ്താർ നോമ്പ് തുറയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ സോഷ്യൽ വർക്കർ ഐക്കൺ പുരസ്കാരം അധ്യാപകൻ രതീഷ് പിലിക്കോടിന് സമർപ്പിച്ചു. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ പുരസ്കാരം സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ ₹1 കോടി കവർന്ന സംഭവം. കവർച്ചാ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളെന്ന് വിവരം. കവർച്ചാ സംഘത്തിന് രക്ഷപ്പെടുവാൻ ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നൽകിയത് ചെറുവത്തൂർ സ്വദേശിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. പ്രതികൾ സമാന രീതിയിൽ കർണാടകയിലും കവർച്ച നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഉപ്പളയിൽ ATMൽ പണം നിറയ്ക്കാൻ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് ₹1 കോടി കവർച്ച നടത്തിയ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളെന്ന് വിവരം. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരിൽ ചെറുവത്തൂർ സ്വദേശിയുമുണ്ടെന്ന നിർണായക വിവരവും പുറത്തുവരുന്നുണ്ട്. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലേക്കുള്ള തീവണ്ടിയിലാണ് സംഘം കടന്നുകളഞ്ഞതെന്നും യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു നൽകിയത് ചെറുവത്തൂർ സ്വദേശിയാണെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. പണം കവർന്നതിന് തൊട്ടടുത്ത ദിവസം ബംഗളൂരുവിൽ സമാന രീതിയിൽ ലാപ്ടോപ്പ് കവർന്നതായും അതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളുടേതെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 3 അംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ തൃച്ചിയിലും ബംഗളൂരുവിലുമായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27-നാണ് ഉച്ചയ്ക്ക് 2:30 ഉപ്പള ടൗണിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ചില്ല് തകർത്ത് ബാഗിലുണ്ടായിരുന്ന ₹1 കോടി കവർന്നത്. തുടർന്ന് പ്രദേശത്തെ CCTV പരിശോധിച്ചതിൽ ഒരാൾ ബാഗുമായി കടന്നുകളയുന്ന ദൃശ്യം ലഭിച്ചിരുന്നു. കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ബാഗുമായി കടന്നയാൾക്കൊപ്പം മറ്റു 2 പേരും ഉള്ളതായും കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് സംഘം വൈകിട്ടത്തെ കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസിൽ ബംഗളൂരുവിലേക്ക് കടന്നത്. ഈ യാത്രയ്ക്കുള്ള ടിക്കറ്റാണ് ചെറുവത്തൂരിൽ നിന്ന് എടുത്തതെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൂടുതൽ അന്വേഷണത്തിൽ ഉപ്പളയിലേതിന് സമാനമായി മംഗളൂരുവിൽ ഒരു വാഹനത്തിന്റെ ചില്ല് പൊളിച്ച് ലാപ്ടോപ്പ് കവർച്ച നടത്തിയ വിവരവും പോലീസിന് ലഭിച്ചു. തമിഴ്നാട്ടിലെ തൃശ്ശിയിൽ ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അങ്ങോട്ടേക്കും വ്യാപിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മുളിയാർ അർളടുക്കം കോപ്പാളം കൊച്ചിയിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി മാതാവ് ബിന്ദു ആത്മഹത്യ ചെയ്ത സംഭവം. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഭർത്തൃവീട്ടിലെ പീഡനമാണ് ബിന്ദുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പിതാവ് രാമചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. വെള്ളിയാഴ്ചയാണ് കാസർഗോഡ് മുളിയാർ അർളടുക്ക കോപ്പാളം കൊച്ചിയിൽ നാടിനെ നടുക്കിയ സംഭവം നടന്നത്. കോപ്പാളം കൊച്ചി പട്ടികജാതി കോളനിയിലെ ബിന്ദു തന്റെ 4 മാസം പ്രായമായ മകൾ ശ്രീനന്ദയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ബിന്ദുവിന്റെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ട് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവ സമയത്ത് ബിന്ദുവിന്റെ മൂത്ത കുട്ടി ശ്രീഹരിയും വീട്ടിലുണ്ടായിരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്തിന്റെ ഭാര്യയാണ് ബിന്ദു. ഇയാൾ ഇസ്രയേലിലാണ്. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. മരണത്തിന് 2 ദിവസം മുൻപായിരുന്നു ബിന്ദു സ്വന്തം വീട്ടിലെത്തിയത്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിവരവെ ഭർത്തൃവീട്ടിലെ പീഡനമാണ് ബിന്ദുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പിതാവ് രാമചന്ദ്രൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഭർത്താവാണ് ബുദ്ധിമുട്ടിച്ചത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞത്, നീ വീട്ടിൽ കയറണ്ട, നീ എന്നെ ഒഴിവാക്കാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആണിയിട്ട് പറഞ്ഞു, ഇല്ല സ്ഥലത്തിട്ട് ഞാൻ അങ്ങോട്ട് തെറ്റും ചെയ്തിട്ടില്ല, മക്കളാണ് സത്യം എന്ന് പറഞ്ഞ് സത്യമിട്ട് അന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഈ സത്യയിടലൊക്കെ. അങ്ങനെ ഞാൻ എന്ത് മോളെ സ്ഥലത്ത് നീയുമായിട്ട് ഇല്ല, ഞാൻ അത് വീട്ടു മുണക്കമല്ലേ, കുഴപ്പമില്ല, മാറിക്കോളൂ എന്ന് പറഞ്ഞു.
പിറ്റേന്ന് രാവിലെ ഈ തള്ള വിളിക്കുന്നത് എനിക്ക്. ഇത് ഈ സംഭവം നടന്നപ്പോൾ ഞാൻ വിളിച്ച് തള്ളയ്ക്ക്, എന്തേ നിങ്ങൾ വരുന്നോ ഇങ്ങോട്ട് കാണണ്ടേ? ഞാൻ കാണണ്ടേ, ഞങ്ങൾ വരുന്നില്ലെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഭർത്താവ് ശരത്തിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. അന്വേഷണത്തിനു ശേഷം ആവശ്യമെങ്കിൽ മറ്റു വകുപ്പുകൾ കൂടി ചേർക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്രതവിശുദ്ധിയുടെ 26 ദിനരാത്രങ്ങൾ പിന്നിട്ട് റമദാൻ 27-ാം രാവിൽ പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി. ലൈലത്തുൽ ഖദ്റിന് കൂടുതൽ സാധ്യത റമദാനിലെ 27-ാം രാവിലാണെന്ന വിശ്വാസത്തിൽ രാവിലെ ആരാധനകൾ കൊണ്ട് മുഖരിതമാക്കാൻ മഞ്ചേശ്വരത്തെ പള്ളികളിലെത്തിയത് നൂറുകണക്കിന് വിശ്വാസികളാണ്. ആരാധനാ കർമ്മങ്ങൾക്ക് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ അഥവാ നിർണയ രാവിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് റമദാൻ 27-നാണ്. ലൈലത്തുൽ ഖദ്ർ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന മുഹൂർത്തം കൂടിയാണ്. വിമലീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി 27-ാം രാവിന്റെ പുണ്യം തേടി വിശ്വാസികൾ നേരം പുലരുവോളം പ്രാർത്ഥനയിൽ മുഴുകി. നോമ്പുതുറയ്ക്ക് ശേഷം ഖുർആൻ പാരായണം, തസ്ബീഹ് നമസ്കാരം, തറാവീഹ് നമസ്കാരം, വിദ്ര നമസ്കാരം, അസ്മാഉൽ ഹുസ്ന, തൗബ തുടങ്ങിയ കർമ്മങ്ങളാണ് മസ്ജിദുകളിലും വീടുകളിലുമായി നടന്നത്. വിപുലമായ പ്രാർത്ഥനാ സംഗമങ്ങൾ മഞ്ചേശ്വരത്തെ പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്നു. കുഞ്ചത്തൂർ മസ്ജിദ് നൂർ, ദറുസലാം സലഫി മസ്ജിദ്, ഉദ്യാവരം 1000 ജമാഅത്ത്, അൽഫാത്ത ജുമാ മസ്ജിദ് തുമ്മിനാട്, കുഞ്ചത്തൂർ ജുമാ മസ്ജിദ്, കുന്നിൽ ജുമാ മസ്ജിദ്, പൊസോട്ട് ജുമാ മസ്ജിദ് തുടങ്ങി മിക്ക പള്ളികളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഉറക്കമൊഴിച്ച് അല്ലാഹുവിന് ആരാധനകൾ അർപ്പിച്ച് ദിക്ർ ചൊല്ലിയും ഖുർആൻ പാരായണം നടത്തിയും 27-ാം രാത്രിയെ അവർ പകലാക്കി മാറ്റി. അർദ്ധരാത്രി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന നിസ്കാരം എല്ലാ പള്ളികളിലും ഉണ്ടായിരുന്നു. ഖിയാമുല്ലൈലിനും പാതിരാനേരങ്ങളിൽ പള്ളികളിൽ വിശ്വാസികൾ ഒത്തുകൂടി. കുഞ്ചത്തൂർ മസ്ജിദ് നൂർ പള്ളിയിൽ തറാബീഹ് നിസ്കാരത്തിന് ശേഷം രാത്രി 1:30 KT സിറാജ് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പ്രഭാഷണം നടത്തി. ഖിയാമുല്ലൈലി നിസ്കാരത്തിന് മുഹമ്മദ് ഫയാസ്, ഇർഫാൻ ഇബിൻ ബഷീർ, യൂസഫ് ഹദീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ആയിരങ്ങൾക്ക് അന്നദാനവും നടന്നു. റമദാനിൽ കൈവരിച്ച ചൈതന്യം എക്കാലത്തും കെടാതെ സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ ആഹ്വാനം ചെയ്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ ഇന്ത്യൻ കോൺഫെഡറേഷൻ ഓഫ് SC/STO കേരള ചാപ്റ്റർ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. എൻ.എ. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ എൻ.എ. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ മാത്രമേ സെൻസസ് എടുക്കണം. സെൻസസിന്റെ ഗുണം എന്താണ്? സെൻസസ് എടുത്താൽ ഇപ്പോൾ SC/ST അവർ എത്ര ശതമാനം ആളുകളാണ് ഇന്ത്യയിലുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അപ്പോൾ മുസ്ലിങ്ങൾ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണുള്ളത്, അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ജാതി സെൻസസ് വേണം. അപ്പോൾ ജാതി സെൻസസ് ഒരു ജനതയെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികവുമായും ഒക്കെ ഉയർത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി, ബഹുമാനായ CPM പാർട്ടി, ഞങ്ങളുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ്. ആ കാര്യത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങളെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെല്ലാവരും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. AIC/SC/STO സംസ്ഥാന പ്രസിഡന്റ് N. ബാബു നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി CT അഹമ്മദ് അലി, കർണാടക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ R. രാജശേഖര, ജില്ലാ പ്രസിഡന്റ് A. ലക്ഷ്മണ പെരിയടുക്ക, രമേശ് ബാരിക്കാട്, രാമപ്പ മഞ്ചേശ്വരം, ഹരിശ്ചന്ദ്ര, നഗരസഭാ കൗൺസിലർ R. റീത്ത, MM ഷാജൻ, ബാലൻ തൃത്താല, MK കുട്ടൻ, K. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. AIC/SC/STO സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PV നടേശൻ ചേർത്തല സ്വാഗതവും ജില്ലാ സെക്രട്ടറി പൊന്നപ്പൻ അമ്മങ്കോട് നന്ദിയും പറഞ്ഞു. തുടർന്ന് സിംബോസിയം, വനിതാ വിദ്യാർത്ഥി യുവജന സംഗമം, സമാപന സമ്മേളനം എന്നിവ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തണമെന്നും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ഗ്രാന്റ് കൃത്യസമയത്ത് വിതരണം ചെയ്യണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹുഭാഷിക ബുക്സിൽ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വേണു കണ്ണന്റെ ചിത്രപ്രദർശനം നടത്തി.
ബിയോണ്ട് ദി കളർ എന്ന പേരിൽ നടക്കുന്ന ചിത്രപ്രദർശനം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പുസ്തകപ്രേമികളുടെ മനസ്സ് കീഴടക്കി ഹുഭാഷിക ബുക്സിൽ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുസ്തകോത്സവം കാസർകോട്ടെ പുരോഗമിക്കുന്നു. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വേണു കണ്ണന്റെ ചിത്രപ്രദർശനം നടത്തി. ബിയോണ്ട് ദി കളർ എന്ന പേരിൽ നടക്കുന്ന ചിത്രപ്രദർശനം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പത്രം അതിമനോഹരമായിട്ടാണ് പ്രകൃതി വരച്ചത്, അതിമനോഹരമായിട്ട് എല്ലാം സമയമെടുത്ത് ക്ഷമയോടെ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ അഭിരുചി പരിപൂർണമായും സന്നിവേശിപ്പിച്ചിട്ടാണ് ഈ ചിത്രങ്ങളാകെ വന്നത്. അപ്പോൾ ഇത് തുടക്കമാണ് നമ്മുടെ. ഇപ്പോൾ വേണു ഇനി നന്നായി ചിത്രം വരക്കട്ടെ, ഇനിയും അത് വലിയ പ്രദർശനങ്ങളിലേക്ക് പോകട്ടെ. നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വേണുവിനെ ഉയർത്താൻ കാസർഗോഡിന് ഒരു തുടക്കമാകാം. സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ A. അബ്ദുൽ സത്താർ, TA ഷാഫി, ബാലകൃഷ്ണൻ ചെർക്കള, AC ശ്രീധരൻ, മുഹമ്മദ് അലി പെർല, മധുസൂദനൻ, CK അജിത് കുമാർ, KV പത്മകുമാർ, റഹ്മാൻ മുട്ടത്തൊടി, വൈ രഘുറാം, സിദ്ദിഖ് പടപ്പിൽ, KP വിജയചന്ദ്രൻ, K അശോകൻ, രേഖാകൃഷ്ണൻ, ബബിത വേണു, രത്നാകരൻ TK, മുരളീധരൻ K, ബാബു കീഴൂർ എന്നിവർ സംസാരിച്ചു. AV സന്തോഷ് സ്വാഗതവും വേണു കണ്ണൻ നന്ദിയും പറഞ്ഞു. കുട്ടിക്കാലം തൊട്ടേ ഞാൻ വരക്കുമായിരുന്നെങ്കിലും പൊതുപ്രദർശനത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല. സുഹൃത്തുക്കളുടെ സ്നേഹനിർഭരമായ ആ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഇങ്ങനെയൊരു അവസരം ഒരുങ്ങിയത്. അതിനെന്നോട് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ ദിവസവും 1-2 മണിക്കൂർ ചിത്രരചനയിൽ മുഴുകുന്ന ഒരാളാണ്. എൻ്റെ ജോലി കഴിഞ്ഞുള്ള സമയം ഇതിനായി നീക്കിവെക്കുകയാണ് എൻ്റെ രീതി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രപ്രദർശനം ഏപ്രിൽ 9 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ 2ാം ഘട്ട പര്യടനം നടത്തി. കുന്നുങ്കയിൽ നിന്നുമാണ് ആരംഭിച്ചത്. മലയോരത്തെയും തീരദേശത്തെയും പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി ചാത്തമത്ത് സമാപിച്ചു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ, ചെറിയാക്കര, പിലിക്കോട് പഞ്ചായത്തിലെ പാലത്തേര, വോലാട്ട്, വെള്ളച്ചാൽ, വറക്കോട്ട് വയൽ, തെക്കേമാണിയാട്ട്, അനശ്വര ക്ലബ്ബ് പരിസരം, തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വൈക്കത്ത്, തലിച്ചാലം വായനാശാല പരിസരം, വളവറ മുണ്ട്യ പരിസരം, വലിയപറമ്പ് പഞ്ചായത്തിലെ മാടക്കാൽ, മാവിലാകടപ്പുറം, പടന്ന, ഓരി, കോവൽ, ചെറുവത്തൂരിലെ കുണ്ടുപടന്ന, നീലേശ്വരം നഗരപരിധിയിലെ കടിഞ്ഞുമൂല, പടിഞ്ഞാറ്റം കൊടുവൽ, ഭണ്ഡാരപ്പുര പരിസരം, ചിറപ്പുറം വായനശാല പരിസരം എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം ചാത്തമത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ M. രാജഗോപാലൻ MLA, സാബു അബ്രഹാം, KV ജനാർദ്ദനൻ, CJ സജിത്, VV കൃഷ്ണൻ, P. ഭാർഗവി, സുരേഷ് പുതിയടത്ത്, P. വിജയകുമാർ, P. കമലാക്ഷൻ, രതീഷ് പുതിയപുരയിൽ, PV തമ്പാൻ, AG ബഷീർ, K. ശകുന്തള, P. കുഞ്ഞിക്കണ്ണൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, C. ബാലൻ, മുകേഷ് ബാലകൃഷ്ണൻ, N. സുകുമാരൻ, KM ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ദഗ്നി മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് 2024 ഇഫ്താർ നോമ്പ് തുറയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ദഗ്നി മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് വിതരണവും ഇഫ്താർ നോമ്പ് തുറയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ഹോട്ടൽ സിറ്റി ടവർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. റംസാൻ റിലീഫ് 2024 പരിപാടി DMC സംസ്ഥാന ട്രഷറർ ഷെയ്ഖ് ഷബാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. KDMA പ്രസിഡന്റ് അസീം മണിമുണ്ട അധ്യക്ഷത വഹിച്ചു. നൂർ മുഹമ്മദ്, ഷുക്കൂർ, അൻവർ, അഷ്റഫ് മൊഗ്രാൽ, നിസാം മൗവൽ, ആസിഫ് മൗലാന, അഷ്റഫ്, ആരിഫ്, ഗുൽസൻ, റാഹിൽ എന്നിവർ സംസാരിച്ചു. KDMA ജനറൽ സെക്രട്ടറി നാസർ കാഞ്ഞങ്ങാട് സ്വാഗതവും ഷെരീഫ് സാഹിബ് നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ദക്കിനി മുസ്ലിം അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു റംസാൻ നോമ്പ് തുറയും അതോട് സംബന്ധിച്ച് ക്യാഷ് റിലീഫ്, റമദാൻ റിലീഫ് നടക്കുന്നുണ്ട്. അത് കാസർഗോഡ് ജില്ലയിലുള്ള അതിൻ്റെ സക്കാത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിന് അർഹരായ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്, പടന്ന, ചിത്താരി, ചേറ്റുകുണ്ട്, ദാവൂദ് മുഹല്ല, മൗവൽ, ബേക്കൽ, കോട്ടിക്കുളം, കുണ്ടംകുഴി, ഉപ്പള, കുമ്പള, മോഗ്രാൽ, മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിലുള്ള
കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിലുള്ള മിക്ക ആൾക്കാർക്കും ഈ റംസാൻ റിലീഫിൻ്റെ ക്യാഷ് അർഹരായവർക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തിരുന്നു. അത് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് അത് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി അബു ഹൈൽ KMCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി അബു ഹൈൽ KMCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നും രാജ്യത്തെ സംരക്ഷിക്കാനും മതേതരത്വം സംരക്ഷിക്കാനും വേണ്ടി ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ വരുത്തേണ്ടത് രാജ്യസ്നേഹികളുടെ ഉത്തരവാദിത്തമാണെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ കേരളത്തിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പ്രവാസികൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കണമെന്നും A. അബ്ദുറഹ്മാൻ പറഞ്ഞു. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹസ്കർ ചൂരി സ്വാഗതം പറഞ്ഞു. ദുബായ് KMCC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഹംസ തോട്ടി, വൈസ് പ്രസിഡന്റ് ഹനീഫ് ചെർക്കള, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജനറൽ സെക്രട്ടറി ഹനീഫ് TR, പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ ഹാജി, മുസ്ലിം ലീഗ് കുമ്പടാജെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി BT അബ്ദുള്ളക്കുഞ്ഞി, കേരള സാഹിത്യ പരിഷത്ത് മെമ്പർ മാപ്പിള കലാ അക്കാദമി അഡ്വൈസറി അംഗം PS ഹമീദ്, ഉപ്പി കല്ലങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ കിനാത്തിലെ വിജിൻദാസിന്റെ വീട്ടുമതിലിൽ കരിയോയിൽ കൊണ്ട് ഭീഷണി വാക്കുകൾ എഴുതിവെച്ചു. ഇംഗ്ലീഷ് ഭാഷയിലാണ് ചുവരെഴുത്ത്. ദേശാഭിമാനി ചെറുവത്തൂർ ലേഖകനും CPM ബ്രാഞ്ച് മുൻ സെക്രട്ടറിയുമാണ് വിജിൻദാസ്. അവകാശങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക, ഭാരതരത്നയ്ക്ക് വേണ്ടിയാവരുത് വോട്ടുകൾ, യഥാർത്ഥ രക്തസാക്ഷിയാവണം ദേശാഭിമാനി എന്നിങ്ങനെയാണ് വാചകങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. എഴുതാൻ ഉപയോഗിച്ച കരിയോയിലോ കറുത്ത പെയിന്റോ ഉപയോഗിച്ച പാത്രം ഉപേക്ഷിച്ച നിലയിൽ മതിലിനടുത്ത് കണ്ടെത്തി. ഉദിനൂർ കിനാത്തിലെ CPM പ്രവർത്തകനും സെൻട്രൽ ബ്രാഞ്ച് അംഗവുമാണ് വിജിൻദാസ്. ദേശാഭിമാനിയും രക്തസാക്ഷിയും എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. എന്താണ് അവർ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഒരു നിയമ നടപടിക്ക് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ചന്ദേര പോലീസിൽ വിജിൻദാസ് പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാജ്യത്തെ ആതുര സേവന രംഗത്തെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ സൺറൈസ് ഗ്രൂപ്പിന് ഇനി പുതിയ ലോഗോ. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. കേരളത്തിൽ അതിവേഗം വളരുന്ന ആരോഗ്യ സംരക്ഷണ ശൃംഖലയാണ് സൺറൈസ് ഹോസ്പിറ്റൽ. മികവുറ്റ ടെക്നോളജി, കൂടുതൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയോടെ ആരോഗ്യ പരിപാലന രംഗം കൂടുതൽ മികവുറ്റതാക്കി മാറ്റുക എന്നതാണ് സൺറൈസ് ഗ്രൂപ്പ് പുതിയ നവീകരണത്തോടെ ലക്ഷ്യമിടുന്നത്. സമൂഹത്തിന് നൽകി വരുന്ന മാതൃകാപരമായ സേവനങ്ങളെ മുൻനിർത്തി കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ലോഗോ പ്രകാശിപ്പിക്കുകയും ചെയ്തു. Of fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity. Dr. Sunrise Hospital. പുതിയ തുടക്കമാവട്ടെ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസരം തരുന്നത്. ഇത്ര വലിയ ഹോസ്പിറ്റൽ, ഇത്ര വലിയ ആൾക്കാർ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫാമിലിയിൽ പോലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ അവസരമാണ്. ലോഗോ പ്രകാശനാണ്, പുതിയതായിട്ട് ലോഗോ ലോഞ്ച് ചെയ്യുന്നതാണിവിടെ. അത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന അവസരം നമുക്ക് തന്നിട്ടുണ്ട് കിംസ് ഹോസ്പിറ്റൽ. ഇതൊരു സ്വപ്നം പോലെ കാണുന്നു എനിക്ക്. ഈ ഹോസ്പിറ്റലിൻ്റെ ആൾക്കാർക്ക് എങ്ങനെ, കമ്മിറ്റിക്കായാലും ഡോക്ടേഴ്സിനായാലും എങ്ങനെ നന്ദി രേഖപ്പെടുത്തണമെന്ന് എനിക്ക് അറിയുന്നില്ല. ചടങ്ങിൽ കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ BS റാവു, ഡോക്ടർ മിഥുൻ AK, ഡോക്ടർ അവിനാഷ്, സന്തോഷ്, സൂരജ് എന്നിവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ താരം ശ്രീവിദ്യ മുല്ലശ്ശേരി ലോഗോ പ്രകാശന കർമ്മം നിർവഹിച്ചു. സൺറൈസ് ഹോസ്പിറ്റൽ ഡയറക്ടർ KU രാഘവേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സതീശൻ, ഡോക്ടർ സച്ചിൻ, നിതിൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ഗ്രൂപ്പ് തല ഉദ്ഘാടനം കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിൽ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കെയർ ബിയോണ്ട് QR എന്നതാണ് ഗ്രൂപ്പിന്റെ പുതിയ ആപ്തവാക്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ മണ്ഡല പരിധിയിൽ പര്യടനം നടത്തി. നീലേശ്വരം പടിഞ്ഞാറ്റുംകൊഴുവിൽ നിന്നും ആരംഭിച്ച പര്യടനം രാത്രിയാണ് മലയോര കേന്ദ്രമായ നർക്കിലക്കാട് സമാപിച്ചത്. വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും തൊഴിൽശാലകളിൽ വോട്ടഭ്യർത്ഥിച്ചുമാണ് വിവിധ കേന്ദ്രങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പര്യടനം നടത്തിയത്. അവിടെ 25 കോടി 12 ലക്ഷം റെയിൽവേയുടെ കാര്യത്തിൽ ഒരു വികസനം ഈ 19 കോടി കൂടാതെ 696 കോടി 59 ലക്ഷം പേരെ പ്രധാനമന്ത്രി സഡക് യോജന 1 കിലോമീറ്റർ റോഡ് 1 കോടി 131 കിലോമീറ്റർ 131 കോടി. ചെറുവത്തൂർ പഞ്ചായത്തിലെ മൈച്ച, തെക്കേ വളപ്പ്, ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരം, പിലിക്കോട് പഞ്ചായത്തിലെ കാലിക്കടവ്, വെള്ളച്ചാൽ, കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചെമ്പ്രകാനം ഈസ്റ്റ്, വലിയപൂയിൽ, ഞണ്ടാടി, ചീമേനി ടൗൺ, പോത്താങ്കണ്ടം, അത്തൂട്ടി, കുന്നുങ്കൈ, മൗക്കോട്, കടുമേനി, നല്ലോമ്പുഴ, പാലാവയൽ, തയ്യേനി തുടങ്ങി 23 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയാണ് നർക്കിലക്കാട് സമാപിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കൂടാതെ UDFന്റെ ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജീവിതചക്രം തന്നെ താളാത്മകമാണെന്നും പ്രപഞ്ച താളത്തിന് മനുഷ്യൻ കാതോർക്കണമെന്നും സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതചക്രം തന്നെ താളാത്മകമാണെന്നും പ്രപഞ്ച താളത്തിന് മനുഷ്യർ കാതോർക്കണമെന്നും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഉല്ലെന്നാൽ മേൽപോട്ട്, സവം എന്നാൽ ഒഴുക്ക്, മേൽപോട്ടുള്ള ഒഴുക്കാണ് ഉത്സവമെന്നും ഇത്തരം വേളകൾ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയുമായി മാറണമെന്നും കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് PP ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, AK സുജ, ട്രസ്റ്റ് ചെയർമാൻ TS രമേശൻ, KP സുരേഷ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് K ശാന്ത, സെക്രട്ടറി P സുഭാഷിണി, PV വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ അഭിജിത്ത് കൊല്ലം നയിച്ച ഗാനമേള അരങ്ങേറി. ക്ഷേത്രം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാറുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് ആനപ്പുറത്ത് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടന്നു. തിങ്കളാഴ്ച പ്രശസ്ത വാദ്യ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തായമ്പകയും പഞ്ചവാദ്യത്തോടെയും ചെണ്ടമേളത്തോടെയും തിടമ്പ് നൃത്തവും നടന്നു. രാത്രി 8-ന് കൊല്ലം അയനം നാടകവേദിയുടെ അവനവൻ തുരുത്ത് നാടകം അരങ്ങേറി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കീക്കാനം കുന്നത്ത് ശ്രീ കോതോർമൻ തറവാട്, തോക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. നീണ്ട 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. ദക്ഷിണ കാശിനാഥൻ തൃക്കണ്യാലപ്പന്റെയും ആദിപരാശക്തി പാലക്കുന്നിലമ്മയുടെയും അമരഭൂമിയിൽ ഗ്രാമത്തിന് ഐശ്വര്യമായി വാഴുന്ന പനയാലപ്പന്റെയും കിക്കാൻ അരയാലിങ്കാൽ ശ്രീ വിഷ്ണുമൂർത്തിയുടെയും ദിവ്യസാന്നിധ്യം കൊണ്ട് പരിലസിക്കുന്ന പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം കിക്കാനം പ്രാദേശിക സമിതിയുടെ പരിധിയിൽപ്പെടുന്നതാണ്. കിക്കാനം കുന്നത്ത് ശ്രീ കോതൂർമ്പൻ തറവാട്, തൊക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം. നീണ്ട 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. രണ്ടാം ദിനത്തിൽ വൈകുന്നേരം 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി. തുടർന്ന് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തി.
നടന്ന ഭക്തി നിർഭരമായ വപ്പിടൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങളാണ്. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ നടന്നു. വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തി. സമാപന ദിവസമായ മൂന്നാം ദിനത്തിൽ കോരച്ചൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് കണ്ടനാർക്കേളൻ തെയ്യവും അരങ്ങിലെത്തി. വൈകുന്നേരം വയനാട്ടുകുലവൻ തെയ്യം മറക്കളത്തിൽ നിറഞ്ഞുറഞ്ഞാടി. തുടർന്ന് ഭക്തിനിർഭരമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങ് നടന്നു. ശേഷം വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി നിറഞ്ഞുറഞ്ഞാടി. രാത്രിയിൽ മറപിളർക്കൽ ചടങ്ങ് നടത്തിയ ശേഷം കൈവീത് നടത്തി. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ സമാഗതമായ തെയ്യംകെട്ട് മഹോത്സവത്തെ നാടിന്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് തറവാട്ടംഗങ്ങളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ ഈ വർഷത്തെ നാഷണൽ സോഷ്യൽ വർക്കർ ഐക്കൺ പുരസ്കാരം ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ രതീഷ് പിലിക്കോടിന് സമർപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലനിൽ നിന്നും രതീഷ് പിലിക്കോട് പുരസ്കാരം ഏറ്റുവാങ്ങി. യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ ഈ വർഷത്തെ നാഷണൽ സോഷ്യൽ വർക്കർ ഐക്കൺ പുരസ്കാരം ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ രതീഷ് പിലിക്കോടിന് സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് ബാലാജി റീജൻസിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലനിൽ നിന്നും രതീഷ് പിലിക്കോട് പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ അരവിന്ദൻ മാണിക്കൂത്ത് അധ്യക്ഷനായി. ഗിന്നസ് സത്താറാദൂർ അവാർഡ് ജേതാവിനെ സദസ്സിന് പരിചയപ്പെടുത്തി. സാഹിത്യകാരൻ സുറാബ് രതീഷിനെ മെഡൽ അണിയിച്ചു. ഡോക്ടർ എ എം ശ്രീധരൻ, ഡോക്ടർ സജീവൻ കെ വി, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, പ്രമോദ് അടുത്തില, കെ വി രഘുനാഥൻ, ബാലകൃഷ്ണൻ പെരിയ, വാസുദേവൻ നമ്പൂതിരി, ടി വി ശ്രീധരൻ, ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ, രാജൻ പൊയ്നാച്ചി, പി പി രാജൻ, വിനോദ് കുമാർ പെരുമ്പള, സുലൈമാൻ ബാദുഷ, രതീഷ് ആവണി, അശോകൻ കോടോത്ത്, സജി വാദപ്പള്ളി, പി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ മുരളീധരൻ പാലമംഗലം സ്വാഗതവും ഡോക്ടർ സന്തോഷ് പനയാൽ നന്ദിയും പറഞ്ഞു. രതീഷ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വായനാശാലയിലേക്ക് 50ഓളം പുസ്തകങ്ങൾ രതീഷ് പിലിക്കോട് സമ്മാനിച്ചു. പരിപാടിയുടെ തുടർച്ചയായി മാസ്റ്റർ ദേവദത്ത് അവതരിപ്പിച്ച സോളോ വയലിൻ കച്ചേരിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ ഏച്ചിക്കാനം ഗുരുജി വിദ്യാമന്ദിരം വാർഷികാഘോഷം നടത്തി. കവിയും മുൻ സെൻസർ ബോർഡ് അംഗവുമായ കല്ലറ അജയൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സൌജന്യ വിദ്യാഭ്യാസം നൽകി പ്രവർത്തിച്ചുവരുന്ന ഏച്ചിക്കാനം ശ്രീ ഗുരുജി വിദ്യാമന്ദിരത്തിന്റെ 39ാമത് വാർഷികവും അനുബന്ധ പരിപാടികളും ഏറെ ശ്രദ്ധേയമായി. വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ബിനു രാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രശസ്ത കവിയും മുൻ സെൻസർ ബോർഡ് അംഗവുമായ കല്ലറ അജയൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ ദക്ഷിണ ക്ഷേത്ര കാര്യദർശി NCT രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാനാധ്യാപിക TR ഷീജ സ്കൂൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം കാഞ്ഞങ്ങാട് ജില്ലാ സഹസംഘചാലക് P ഉണ്ണികൃഷ്ണൻ, മടിക്കൈ പഞ്ചായത്ത് വാർഡ് അംഗം K വേലായുധൻ, പ്രസിഡന്റ് C യതിൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ നേടിയ പൂർവ്വ വിദ്യാർത്ഥി P വിഷ്ണുദാസ്, മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാലയത്തിലെ കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, മാതൃസമിതി അംഗങ്ങൾ എന്നിവരെയും വിശിഷ്ട വ്യക്തികൾ അനുമോദിച്ചു. സ്കൂൾ സെക്രട്ടറി P പുഷ്പലത സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ P ശിവപ്രസാദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും നേതൃത്വത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര മഹോത്സവം ഏപ്രിൽ 23, 24, 25 തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി മാതൃസമിതി ഇറക്കിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ശ്രീമുത്തപ്പദേവന്റെ അനശ്വര ചൈതന്യ ശക്തിയാൽ ധന്യമായ പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ഇറക്കിയത്. ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മുഖ്യ രക്ഷാധികാരി ബ്രഹ്മശ്രീ പത്മനാഭ മധുരമ്പാടി തായർ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ
എ ദാമോദരൻ, ഭരണസമിതി പ്രസിഡന്റ് എ കുഞ്ഞിരാമൻ, ഭരണസമിതി സെക്രട്ടറി രഘുനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് ടി വി ജാനകി, ആഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മനോജ് കുമാർ പി, ടി വി മഞ്ജുഷ, ചന്ദ്രിക ടി എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 23, 24, 25 തീയതികളിലാണ് പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ ₹1 കോടി കവർന്ന സംഭവം. കവർച്ചാ സംഘത്തിന് കാസർഗോട്ടും കണ്ണികളെന്ന് വിവരം. കാസർഗോഡ് കോപ്പാളം കൊച്ചിയിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി മാതാവ് ആത്മഹത്യ ചെയ്ത സംഭവം. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. ഓൾ ഇന്ത്യൻ കോൺഫറൻഷൻ ഓഫ് SC/ST കേരള ചാപ്റ്റർ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. NN നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സുഭാഷിക ബുക്സിൽ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വേണു കണ്ണന്റെ ചിത്ര പ്രദർശനം നടത്തി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ദക്നി മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ റിലീഫ് 2024 ഇഫ്താർ നോമ്പ് തുറയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ സോഷ്യൽ വർക്കർ ഐക്കൺ പുരസ്കാരം അധ്യാപകൻ രതീഷ് പിലിക്കോടിന് സമർപ്പിച്ചു. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ പുരസ്കാരം സമ്മാനിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.